നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാവുമ്പോഴാണ്, അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഒക്കെ ഇല്ലാതെ ഇരിക്കുന്നത്. നമുക്ക് ഹൃദയത്തിന് ശുദ്ധി എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ലോങ് ടൈം അല്ലെങ്കിൽ ലോങ് പീരിയഡിൽ തന്നെ നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഇരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ് കമ്പാരിസൺ, നമ്മൾ എവിടൊക്കെ കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കണം എന്നുള്ളത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ടാസ്ക് ആയിട്ട് തരാണ്. ഇപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 1 അവർ സെറ്റ് ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഒരു ഹവറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്തിനൊക്കെ പറ്റിയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, അത് ചിലപ്പോൾ മനസ്സിൽ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ അല്ല ഇങ്ങനെ ചിന്തിച്ചു പോകുന്നതാവും. ഒന്നെങ്കിൽ നമ്മളുടെ മക്കളെ കാര്യങ്ങള് പുറത്ത് ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ പുറത്തുള്ള മക്കളുമായിട്ട് കമ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെ സെൽഫിനെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇനി അതല്ല മറ്റുള്ളവരെ പറ്റിയിട്ട്, ഇനി നമുക്ക് അറിയാത്ത ഏതോ ഒരാളെ പറ്റിയിട്ട് നമ്മളുടെ ചുറ്റുപാടിലോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ പേരൻസോ അവരെ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ അവൾക്കെല്ലാം പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങളെ സെൽഫിനെ തന്നെ സ്വയം കമ്പയർ ചെയ്ത് നോക്കുക ഡെയിലി എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 7 ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൽ ചെയ്യേണ്ടത് ആദ്യം ഒരു 1 അവർ സെറ്റ് ചെയ്യുക. ഈ 1 അവറിന്റെ ഉള്ളിൽ എത്ര കമ്പാരിസൺ വന്നു എന്നുള്ളത് നോക്കുക. ഇനി നിങ്ങൾ പറയാണ് കമ്പാരിസൺ ഒന്നും വരുന്നില്ല, പക്ഷെ അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ തോട്ടിനാ പ്രശ്നം, ചിന്തക്കാണ് പ്രശ്നം. കമ്പാരിസൺ എന്നുള്ളത് ഒരു രോഗമാണ്. ആ രോഗം ഞാൻ ഉൾപ്പെടെ എനിക്ക് വരെ വരുന്നൊരു സംഭവമാണ്. അപ്പൊ ഇത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് സൺഡേ ടോക്കിൽ നമുക്ക് പറയുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക്, അതായത് അടുത്ത സൺഡേ വരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് കമ്പാരിസൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കമ്പാരിസൺ എന്ന് പറയുന്നത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് ഒരു കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഉണ്ടായിരുന്ന ദിവസത്തേക്കാൾ നാളെ ഞാൻ ബെറ്റർ ആക്കണം എന്റെ ലൈഫ്, അല്ലെങ്കിൽ എന്റെ ഒരു ദിവസം എന്നുള്ളത് ചിന്തിക്കുന്നതും, ഞാൻ എന്താ ഇങ്ങനെ എനിക്കൊന്നിനും കഴിയുന്നില്ലല്ലോ എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നതും രണ്ടും രണ്ടായിട്ടാണ് അല്ലെ. അപ്പൊ കമ്പയർ ചെയ്യാം, എന്തിനെ പോസിറ്റീവായിട്ട് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. അതല്ലാതെ ആവശ്യമില്ലാതെ കമ്പയർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങളൊരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുക. ഒരു 7 ദിവസം നിങ്ങൾ ഒരു 1 അവർ സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തവർക്ക് റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ അതിൽ അറിയാൻ പറ്റൂ കേട്ടോ, ടാസ്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ ഈ സീരീസ് പോകുന്നത്. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ പറഞ്ഞത് കമ്പാരിസൺ ആണ്. ഈ സൺഡേയിൽ നമ്മൾ പറയുന്നത് വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മുന്നേ നിങ്ങൾ കമ്പാരിസൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാസ്ക് നിർബന്ധമായിട്ടും അടുത്ത സൺഡേ വരെയെങ്കിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ ഇത്രയൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ ഈ ഒരു ബിഹേവിയർ മാറ്റണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന ടാസ്കുകളും കാര്യങ്ങളും പറഞ്ഞു തരാന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് എന്ത് ചെയ്യാ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മളെ ഫോണിലായിക്കോട്ടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ നമ്മളുടെ വേൾഡ് തന്നെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ സെൽഫിനെയും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഈ കമ്പാരിസൺ എന്നുള്ളതിൽ തന്നെ ഞാൻ പറഞ്ഞു 2 തരത്തിലുണ്ട്. നമ്മളെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യാന്ന് പറയുന്നത്, അല്ല എന്റെ ഒരു ലൈഫ് അല്ലെങ്കിൽ എന്റെ ഒരു ജീവിതം എന്നുള്ളത് ഇന്നത്തേക്കാൾ നാളെ എനിക്ക് ഉയർത്തണം എന്നുള്ള ചിന്തയിൽ നോക്കുന്നതും അല്ലാതെ നോക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിലിപ്പോ നമ്മളെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരേപോലെയാണ്, ഒരു ചേഞ്ചസും ഇല്ലാതെ പോണെന്നുണ്ടെങ്കിൽ എന്തില്ല, നമുക്കൊരു പ്രത്യേകിച്ച് ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ പോണില്ല എന്നുള്ളത് പ്രവാചകന്മാര് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി എന്താണ് ഈ വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളത്? വാട്ട് അതേഴ്സ് തിങ്ക് എന്ന് പറയുമ്പോൾ ഇത് എല്ലാരെ കയ്യിലും അല്ലെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിലും, അല്ലെങ്കിൽ ഒരു പാരന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കൊടുക്കുന്ന ഒരു സംഭവം എന്ത്, വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളത്. അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്നെ ചിന്തിക്കുന്നതാവാം, നിങ്ങൾ അല്ലെങ്കിൽ എന്റെ മക്കളെ പറ്റി എന്ത് ചിന്തിക്കുന്നതെന്നാവാം,
അല്ലെങ്കിൽ സമൂഹം എന്റെ മക്കളെ എങ്ങനെ ആക്കി തീർക്കും, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരതിലേക്കൊക്കെയോ ആ ഒരു വാട്ട് അതേഴ്സ് എന്നുള്ള സിസ്റ്റം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മളെ സെൽഫിലോട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ വാട്ട് അതേഴ്സ് എന്നുള്ളത്? അപ്പോൾ ഹൃദയത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ അസുഖമാണ് വാട്ട് അതേഴ്സ് തിങ്ക് എന്ന് പറയുന്നത്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത്. ഇത് ഒരു തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ ഒരു പരിധി വരെ ഇതൊരു തെറ്റാണ്. കാരണം ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മളാണ് അതിനെ എന്ത് ചെയ്യണത്, വേണ്ടാത്ത രീതിയിൽ നെഗറ്റീവ് അടിച്ചിട്ട് പിന്നെ നമ്മളെ ജീവിതം ഡിപ്രഷനും ആൻസൈറ്റിയും എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരു നോട്ട്ബുക്ക് ഒരു പേനയും എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം, റെഡി ആണെങ്കിൽ. ഒരു പേനയും അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തായാലും വേണ്ടില്ല, നോട്ട്ബുക്ക് തന്നെ വേണമെന്നില്ല. വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളൊരു ചെറിയൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. ചെറിയൊരു പേപ്പർ ഒരു പേന എടുക്കുക. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എല്ലാവരും ഒരു പേനയും ഒരു നോട്ട് എടുത്തിട്ട് ഒന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറോ പെൻ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇരിക്കണേ. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ പോണത്, ഇപ്പോ നമ്മളെ ലൈഫില് എവിടൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെന്റൻസ് ആയിട്ടോ, നിങ്ങളെ ലൈഫില് നിങ്ങളെ മക്കളെയും നിങ്ങളുടെ സെൽഫിനെയും എവിടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്. ഇപ്പൊ ഒരു എക്സാമ്പിളിന്, ഞാൻ പുറത്തേക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് ഇറങ്ങിയില്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പർദ്ദയും നിക്കാബും ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ വിചാരിക്കോ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയണത്. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന, അതായത് ഇപ്പോ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാം, മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കമ്പയർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാറ്റുന്നത്. പക്ഷെ ഞാൻ ആ സംഭവം തുടരുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളുടെ ഉള്ളിലുള്ള ചില ബിലീഫ് സിസ്റ്റങ്ങൾ കൊണ്ടും നമ്മളെ മടി കൊണ്ടും നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ അങ്ങനത്തെ തരം കാര്യങ്ങൾ, നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ കമ്പയർ ചെയ്യാറുണ്ടോ, നിങ്ങളെ മക്കളെ നിങ്ങൾ കമ്പയർ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി നൽകുന്നത് നിങ്ങളെ പറ്റി മറ്റുള്ളവർ ചിന്തിക്കോ എന്നുള്ളതിനാണോ, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കോ എന്നുള്ളതാണോ എന്നുള്ളത് നോക്കാം. അതായത് രണ്ട് കാര്യം പറഞ്ഞു. ആദ്യത്തെ, നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ അതിങ്ങനെ പോയിന്റ് ചെയ്യാം. രണ്ടാമത് പറഞ്ഞത് വാട്ട് അതേഴ്സ് തിങ്കില്, ഇപ്പോ ഒരു കാറ്റഗറിയിൽ ഞാൻ പറയണം, ഇപ്പൊ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്റെ സൃഷ്ടാവ് എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളത് സൃഷ്ടാവിന്റെ കോളത്തിൽ എഴുതാം, അല്ലെ? എന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ എന്റെ നാഥന് എന്നെ പറ്റിയിട്ട് എന്ത് ചിന്തിക്കും എന്നുള്ളത് ആ കോളത്തിൽ എഴുതാം. ഇനി അതല്ല, എന്നെ പറ്റിയിട്ട് മറ്റുള്ളവർ, മനുഷ്യന്മാരുടെ കൂട്ടത്തില് മറ്റുള്ളവരെ പറ്റി എന്തൊക്കെ എന്നെ പറ്റി ചിന്തിക്കും എന്നുള്ളത്, ഇത് രണ്ടും കമ്പയർ. അപ്പൊ ടോട്ടൽ 3 വർക്കായി. ഇത് രണ്ടും ഒന്ന് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുക കേട്ടോ. രണ്ടാമത്തെ വിഷയം പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ദൈവം, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ ദൈവമാണോ അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടാവാണോ നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ എന്ത് ചെയ്താൽ എന്റെ ദൈവം എന്നെ എന്തെങ്കിലും വിചാരിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണോ എന്നെ പറ്റിയിട്ട് ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കാറില്ലേ?
ദൈവം എന്ത് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നോ എന്നുള്ള പ്രയോറിറ്റി ഉണ്ടാവും. അത് എന്നെ പറ്റിയിട്ട് ഞാൻ ഇന്നത് ചെയ്താൽ എന്നെ പറ്റിയിട്ട് എന്റെ ദൈവം എന്ത് ചിന്തിക്കുംന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യന്മാർ എന്നെ പറ്റിയിട്ട് ചിന്തിക്കുംന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഇത് രണ്ടും ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇനി ചെയ്ത് കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോ ഇന്നിപ്പോ ഞാൻ പറഞ്ഞു വാട്ട് ആർ ദ തിങ് ആണെന്നുള്ളത്. ഈ വാട്ട് ആർ ദ തിങ് എന്നുള്ള പറയുന്ന ഈ ഒരു സംഭവം എവിടൊക്കെയാ വരുന്നുണ്ടാവുക? നമ്മൾക്ക് മേ ബി നമ്മളുടെ പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും കിട്ടിയതാവാം. ഇതേ സാധനമാണ് നമ്മളെ മക്കൾ വളർന്നു വരുമ്പോ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇനി നല്ലതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാതിരുന്നാൽ മതി. അപ്പൊ അതിൽ തന്നെ ഉണ്ട് പോയിന്റ് പിടിക്കുക. നീ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. അതുപോലെ അപ്പുറത്തുള്ള ഒരു കുട്ടി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്ത കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടീനെ കൊണ്ട് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോഴും നമ്മൾ എന്ത് പറയും? അവനെ പോലെ ആയിക്കൂടെ എന്നുള്ളത്, അല്ലെ? അപ്പോഴും നമ്മളുടെ മക്കളിലേക്ക് ഇത് കുത്തിവെച്ചു കൊടുക്കുകയാണ്. എന്ത്? അവനെ പോലെ ആയിക്കൂടെ, അല്ലെങ്കിൽ ആ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു ആക്ഷനും എടുക്കാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ അതിന് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നുള്ളതോ എന്നുള്ള അവസരങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോ അതേസമയം നിങ്ങളെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് അത് തെറ്റ് സംഭവിച്ചു നോക്കേ, അപ്പൊ നിങ്ങൾ പറയാണ് നിനക്ക് അവനെപ്പോലെ ആയിക്കൂടെ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ കുട്ടി ഒരു ആക്ഷൻ എടുത്തു, ആ ആക്ഷനിൽ നിന്നും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. മറ്റേ കുട്ടീനെ വെച്ച് നോക്കുമ്പോ ആ കുട്ടി ആക്ഷനും എടുത്തിട്ടില്ല, അവനെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മേ ബി നിങ്ങളെ കുട്ടികളാവും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളെ കുട്ടികളെ ആക്ഷൻ എടുത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു തെറ്റ് സംഭവിച്ചു, ഓക്കെ. പക്ഷെ ആ തെറ്റിന് നിങ്ങളൊന്ന് കൂടെ നിന്ന് കൊടുക്കണം എന്നല്ല, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്താഗതി മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മറ്റുള്ള കുട്ടീനേക്കാളും എന്ത് ചെയ്യും? നല്ല ചേഞ്ചസ് ആ കുട്ടിന്റെ ലൈഫിൽ, അല്ലെങ്കിൽ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല സക്സസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടിയായിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളുടെ പാരന്റിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടിയതാവും, അല്ലെ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത്. ഇപ്പൊ ഒരു കുട്ടി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലം നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ആ പ്രോഗ്രാം കുളമാവോ അല്ലെങ്കിൽ വഷളാവോ, എന്നെ കൊണ്ട് കഴിയോ എന്നുള്ളതിലൊന്നും ആവൂല മേ ബി നിങ്ങളുടെ ചിന്താഗതി എന്നുള്ളത്. മറ്റുള്ളവര് ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കും എന്നുള്ളതാവും നിങ്ങളുടെ പ്രയോറിറ്റി വരുന്നുണ്ടാവുക. അപ്പോ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു തോൽവി ഉണ്ടെങ്കിൽ അവിടെ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ തോൽവിക്ക് നിങ്ങൾ മറ്റേ രോഗത്തെ വിളിച്ചു കൊണ്ടുവരാണ്. അതായത് വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ള രോഗത്തെ വിളിച്ചു കൊടുത്തിട്ട് നിങ്ങൾ തോൽക്കുന്നതിലോ നിങ്ങൾ വിജയിക്കുന്നതിലോ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കുന്നതിലോ ഒന്നിലല്ല നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അവിടെ കയറി സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കോടാനുകോടി വ്യക്തികളുള്ള ഈ ഭൂമിയില് മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ജീവിക്കുന്നവരുണ്ട്, പക്ഷെ ആ മറ്റുള്ളവർ ചിന്തിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾക്കൊന്നും പ്രയോജനമില്ല.
അവിടെ നമ്മൾ വേസ്റ്റ് ആക്കുന്നത് നമ്മളുടെ ചിന്താഗതി, നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയും അതുപോലെ നമ്മളുടെ ടൈമും നമ്മളുടെ മക്കളെയും നമ്മളെന്ന പ്യുവർ ആയിട്ടുള്ള സെൽഫിനെയാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്. അപ്പോ നമ്മളൊരു സമൂഹ ജീവിയാണ്. അപ്പൊ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഞമ്മക്കും ഉണ്ടാവും. ല്ലേ? അല്ലാതെ എല്ലാതും ഇപ്പൊ എനിക്കൊരു കഴിവുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇതില് 10 മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 11, 21 ഈ ടൈമില് 10 മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എനിക്കിവിടെ ഒരു സെഷൻ എടുക്കാനാണ് എന്റെ യോഗ്യത എന്നുണ്ടെങ്കില് മറ്റുള്ളവർ എന്നെ പറ്റിയിട്ട് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് എന്നെ എന്തെങ്കിലും വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്റെ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ലായിരുന്നു. ക്ഷമിക്കൂല. കാരണം എനിക്കതിനൊരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളത് അതെന്റെ ഒരു ദൗത്യമാണ്. അപ്പൊ ഇവിടെ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യോ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ ഇവര് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തുണ്ടാവില്ല, അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഞാൻ ഇത്രയും 10 ആൾക്കാരെ ഇന്നൊരു ക്ലാസ് ഉണ്ടാവും, 11 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടാവും, ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാതിരിക്കുകയാണെങ്കിൽ അത് എനിക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ലൈഫില് നിങ്ങളെ മക്കൾക്കും നിങ്ങൾക്കും എന്ത് നേടി, ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾ എന്ത് നേടി എന്നുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും 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 എന്ന് പറഞ്ഞിട്ട് ശിക്ഷ അനുഭവിക്കാത്ത അല്ലെങ്കിൽ കള്ളം ചെയ്യാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ശിക്ഷ കൊടുക്കുന്നത് പോലെ നിങ്ങൾ ആക്കി കൊടുക്കുകയാണ്. അതായത് തെറ്റ് ചെയ്യാത്ത ഒരു മിത്രത്തിനെ പോലും നിങ്ങൾ ശത്രുവാക്കി തീർക്കുന്ന അവസ്ഥയാണ്. നിങ്ങളെ പറ്റി ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ കൂടി ചിന്തിച്ചാലും ഇനിയിപ്പോ ഒരാള് നിങ്ങളെ പറ്റി നിങ്ങൾ ഇന്ന് നല്ലൊരു സെഷൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളാണ് എനിക്ക് സെഷൻ എടുത്ത് തരേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് സെഷൻ എടുത്ത് തന്നു. അതേ സമയത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ്, ഈ മാം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കൊന്നും എടുക്കാൻ അറിയില്ലല്ലോ, മാം എന്ത് വിചാരിക്കും എന്നുള്ളത്. അപ്പോ ആ സ്ഥാനത്ത് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തെടുക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത മാത്രമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഒരു മിത്രത്തെ പോലും ശത്രുവാക്കി തീർക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടാവില്ല, വിജയം ഉണ്ടാവില്ല എന്നുള്ളതാ. ഏത് വേദഗ്രന്ഥത്തിലായാലും ഏത് മതത്തിലായാലും മറ്റുള്ളവരോട് സഹകരിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും അതൊക്കെയാ പറഞ്ഞിട്ടുള്ളത് അല്ലെ? അല്ലെങ്കിൽ കരുണ കാണിക്കുക, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നന്ദി അറിയിക്കുക. എന്താണ് ഫോർഗീവ്നെസ്? ക്ഷമിച്ചു കൊടുക്കുക. ഒരാൾ പോലും നമ്മളെ പറ്റിയിട്ട് മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ചിന്തകൾക്ക് കൂടി നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോ നമ്മളെ വേദഗ്രന്ഥത്തിലായാലും നമ്മളെ മതങ്ങളിലായാലും ഏത് മതസ്ഥരായാലും അതിലൊക്കെ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ എവിടുന്നാണ് നമ്മൾക്ക് ഈ സംഭവം കിട്ടിയിട്ടുള്ളത്? അതായത് കുറേ പരമ്പരാഗതമായിട്ട് പാറ്റേണുകളായിട്ട് നമുക്ക് കൈമാറി വന്നിട്ടുള്ള ചില സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ചില സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത്. ഇനി നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം മറ്റുള്ളവർ ചിന്തിച്ചാൽ എന്നെ കൊണ്ട് മോശം പറയുന്ന കാര്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അല്ലാത്ത കാര്യത്തിന് ഒരിക്കലും നമ്മൾ നമ്മളുടെ സെൽഫിനെ അവിടെ ബ്രേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബ്രേക്ക് ചെയ്തിട്ടോ നമ്മളോട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവം എന്ത് ചിന്തിക്കും എന്ന് ചെയ്യുന്ന കാര്യവും മനുഷ്യന്മാർ എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യവും നിങ്ങളോട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ, ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ കുട്ടികൾ ജനിച്ച് ഒരു 18 ആ ഒരു ടീനേജ് വയസ്സാവുന്നത് വരെയുള്ള പ്രായത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇതുപോലെയായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസും നെഗറ്റീവ് ആയിട്ടുള്ള കമാൻഡുകളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവര് ഒരു 18, 14, 15 വയസ്സാവുമ്പോൾ ടീനേജ് പ്രായത്തിൽ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തെ ഓരോ ഉപദേശങ്ങളും ഓരോ കെയറും ഓരോ കാര്യങ്ങളും അവരിങ്ങനെ ഒന്ന് എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തന്നു, അല്ലെങ്കിൽ ഒരു എക്സാം ഞാൻ നടത്തി, ആ എക്സാം പേപ്പർ ഞാൻ വാല്യൂ ചെയ്യുന്നത് അവര് എഴുതിയിട്ടുള്ള ആൻസേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ടീനേജിലാണ് മക്കള് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കുക. അപ്പൊ ഈ തെരഞ്ഞെടുക്കുന്ന പ്രായത്തില് അവർക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്ന ലൈഫിലെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അവർക്ക് ഈ 14 വയസ്സിലാണ് അവർ തെരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 13 വർഷം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പാറ്റേണുകൾ അവർ അനലൈസ് ചെയ്യുന്ന പ്രായമാണ് ടീനേജിലോട്ട് കടക്കുന്ന പ്രായം. ആ പ്രായത്തില് എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്ന് എന്ത് കിട്ടി എന്ന് അവർ ചിന്തിക്കുന്ന സമയത്ത് എന്നെ കുറെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവരുടെ പുതിയ പാത അവര് വെട്ടി തുറക്കും എന്നുള്ളതാണ്.
ഈ പാത വെട്ടി തുറക്കുന്ന സമയത്താണ് അവര് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ ഒരു കുട്ടി ഈ ഒരു പോയിന്റ് എത്തിയപ്പോ മാറി തുടങ്ങി, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്റെ മകന് എന്നൊക്കെയുള്ള പറഞ്ഞിട്ട് ഓരോ പാരന്റ്സ് കംപ്ലൈന്റ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിന് മുന്നേ കൊടുത്തിരുന്ന പാറ്റേൺ നല്ലതായിരുന്നെങ്കിൽ ആ ടീനേജ് പ്രായത്തിലും അവന് പാരന്റ്സിന് വിട്ട് പോവില്ലായിരുന്നു. അതായത് കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. ഒരുമിച്ച് കൂടുമ്പോ ഉള്ളതാണ് എന്ത് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുടുംബത്തിൽ നിന്നും വേണ്ട ഇമ്പം കിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ വേണ്ട രീതിയിലുള്ള പാത വെട്ടി തുറന്നു പോകുന്നത്. അപ്പോ അവിടെ ലഹരിയും മദ്യവും ഇന്നത്തെ ന്യൂസിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാ ഞാൻ പറയുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ ന്യൂസുകളും. ഈ ന്യൂസുകളൊക്കെ വെച്ചിട്ട് അവര് പുതിയ വഴികൾ വെട്ടി തുറക്കാണ്. അപ്പൊ അവർക്ക് എന്ത് പ്രശ്നമില്ല. ഇതുവരെ ബ്രേക്ക് ചെയ്ത് എന്റെ ഉമ്മ, എന്റെ പാരന്റ്സ്. ഇനി പാരന്റ്സ് എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ എന്നുള്ളത് മാത്രമല്ല, ഒരു കുട്ടിയുടെ എൽഡർ ആയിട്ട് ഒരു കുട്ടിയുടെ മുതിർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയോ ആ കുട്ടീനെ ഉപദേശിക്കുന്നുണ്ടോ അവരൊക്കെ ആ കുട്ടിയുടെ പാരന്റിങ് റോളിൽ വരുന്ന വ്യക്തികളാണ്. അപ്പൊ ഇവരൊക്കെ എന്ത് ഉപദേശിച്ചു കൊടുത്തോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കുട്ടി പോകുന്നുണ്ടാവുക. അപ്പോ ഞാൻ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലെ? അപ്പൊ ഈ കുടുംബം എന്നുള്ളത് അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ ഇമ്പം എന്നുള്ളത് നിങ്ങളുടെ മക്കള് ഒരു ലഹരിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ലഹരികളൊന്നും അവർ സ്വീകരിക്കൂല. ലഹരി എന്ന് പറഞ്ഞ കുടുംബത്തിലുള്ള ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവിടെ കള്ളോ കഞ്ചാവോ മദ്യമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന ചില വർത്തമാനങ്ങളും ചില കളികളും എല്ലാതും ഉണ്ടാവും, അല്ലെ? നമ്മുടെ കുടുംബത്തിൽ ചേരുമ്പോ ഉണ്ടാവുന്ന ചില ഒത്തുചേരലുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് തീർക്കും. ഇത്തരം ഇഷ്ടങ്ങള് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ പല ചിന്താഗതികൾ കൊണ്ടും നിങ്ങളെ മക്കളിൽ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു ഈ ടീനേജ് പോയിന്റ് എത്തുമ്പോഴാണ് അവരവരുടെ പുതിയ വഴികൾ കണ്ടെത്തിയിട്ട് ഇതുവരെയുള്ള പാറ്റേണുകളെല്ലാം അവർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോ കുറേ കഴിഞ്ഞിട്ട് അതാണ് നമ്മൾക്ക് ഈ 14, 15 വയസ്സ് ഈ ടീനേജ് പ്രായക്കാരൻ നമ്മള് കുറേ ഉപദേശിക്കും. ഈ ഉപദേശങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ കുറേ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ടാവും, അല്ലെ? പക്ഷെ ഈ ഉപദേശങ്ങളൊന്നും അവർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവൂല. അതേ സമയം നമ്മളൊരു 30 വയസ്സാവുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും. 30 വയസ്സാവുന്ന സമയം എന്ന് പറഞ്ഞാല് നമ്മളെ ഫാമിലി, നമ്മളെ കരിയർ, നമ്മളുടെ വീട് ഇങ്ങനെ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യലി സെറ്റ് ചെയ്യുന്നതും നമ്മളുടെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ലൈഫിനെ കാണുന്ന ഒരു സമയമാണ് 30, 32 വയസ്സെന്നൊക്കെ പറയുന്നത്. ഈ വയസ്സിൽ നമ്മൾ ചിന്തിക്കും എന്ത്, മറ്റുള്ളവർ പറയുന്നത് വിചാരിച്ചിരുന്നത് കൊണ്ടാണ് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ആയത്. അതുകൊണ്ട് എന്റെ ക്ലോസ് സർക്കിളിൽ ഉള്ളവരെ മാത്രം എനിക്ക് സ്വീകരിച്ചാൽ മതി, ബാക്കിയുള്ളവർക്കൊന്നും സ്വീകരിക്കണ്ടായിരുന്നു തോന്നും. പിന്നെ ഇത് കഴിഞ്ഞ് 40-ാമത്തെ വയസ്സിലെത്തുമ്പോഴാണ് നമുക്ക് തോന്നുക ഇതുവരെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് എന്റെ ഫാമിലി ആയിക്കോട്ടെ, എന്റെ പാരന്റ്സ് ആയിക്കോട്ടെ, എന്റെ ചുറ്റുപാടിൽ നിന്നും മറ്റുള്ളവരൊക്കെ കുത്തി തന്ന ഈ വാട്ട് അതേഴ്സ് തിങ്ക് കൊണ്ട് എനിക്കൊരു പ്രയോഗം ഉണ്ടായിട്ടില്ലാന്ന്. അപ്പഴാണ് ചിന്തിക്കുക. കാരണം 20, 30, 14 ഈ പ്രായത്തിലൊക്കെ നമുക്ക് കൂടെ ആൾക്കാരുണ്ടാവും. 40 നമ്മൾ ഒരു മനുഷ്യന്റെ 40-ാമത്തെ വയസ്സിലെത്തുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന സമയമാണ്. നമ്മൾക്ക് കരിയർ ഉണ്ടാവും, നമ്മൾക്ക് കുടുംബം ഉണ്ടാവും, മക്കളുണ്ടാവും. അതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾക്ക് മക്കളുണ്ടായാലും അവരും അവരുടെ ലൈഫ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തോന്നും, അല്ലെ? ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടവരാവും. അപ്പൊ ആ സമയത്ത് ഒറ്റപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്നത് അവർക്ക് ആ പോയിന്റ് എത്തുമ്പോൾ തോന്നും എന്ത്, ഇതുവരെ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു വെച്ചതും മറ്റുള്ളവർ എന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെ വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പലതും ചെയ്യാതെ പോയതും പല ആഗ്രഹങ്ങൾ ചെയ്യാതെ വെച്ചതൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് 40-ാമത്തെ വയസ്സ് 50-ാമത്തെ വയസ്സെത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു പക്വതയിൽ രൂപപ്പെടുക എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 40 ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുക. മക്കളായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, എല്ലാരും നമ്മൾക്ക് ഉണ്ട്. പക്ഷെ സെയിം ടൈം നമ്മൾക്ക് ജീവിക്കാനുള്ളതും മറ്റുള്ളവർ നമ്മളെ പറ്റിയിട്ട് എന്ത് ചിന്തിക്കും എന്നുള്ളത് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുവിധം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയും, നിങ്ങളുടെ മക്കളിലും സക്സസ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ബ്രോസ്റ്റിന്റെ ഒക്കെ എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ലല്ലോ.
ഓക്കെ. ഈ KFC അതുപോലെ ബ്രോസ്റ്റ് ഇങ്ങനെയുള്ള ചില സക്സസ് ആയിട്ടുള്ള ഈ കമ്പനീസ് ഒക്കെ കൂടുന്നവര് 60-ാമത്തെ വയസ്സിലാണ് അവരൊരു പരീക്ഷണം തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 60-ാമത്തെ വയസ്സിൽ അവർ തുടങ്ങിയത് അവരുടെ ബാക്കി 50 വർഷം അവര് നിരീക്ഷിക്കുകയായിരുന്നു. പല കാരണങ്ങളും ഉണ്ടായിട്ടും പല ബിസിനസ്സുകൾ നടത്തിയിട്ടും അതിലെല്ലാം പരാജയപ്പെട്ടു പോയി ല്ലേ? പിന്നൊരു ധൈര്യം വന്നതാണ് എന്ത്? 60-ാമത്തെ വയസ്സിൽ മറ്റുള്ളവർ കളിയാക്കിയിട്ടുണ്ട്. നീ ഈ ഒരു സമയത്ത് ചിക്കൻ പൊരിച്ചത് വിൽക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ അയാള് മറ്റുള്ളവരുടെ കളിയാക്കുകളൊന്നും സ്വീകരിച്ചില്ല. എപ്പോഴായിരുന്നു ടൈം? അയാള് മറ്റുള്ളവരുടെ സക്സസുകള് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവര് പറയുന്ന സംസാരങ്ങളും എല്ലാം വാട്ട് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് വരെ. 50 വർഷം വരെ അയാൾ ജീവിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷെ 60-ാമത്തെ വയസ്സില് അയാൾക്ക് ഇതൊന്നും ഒരു സക്സസിന് പറ്റിയ വഴിയല്ല എന്ന് കണ്ടെത്തുകയും സ്വയം അധ്വാനിക്കുകയും മറ്റുള്ളവരുടെ വാക്കുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അയാൾ സക്സസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അയാളുടെ പ്രായം 60 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ജീവിതത്തില് സക്സസ് ഉണ്ടാക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എവിടെല്ലാം വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ള ഒരു കമ്പാരിസണ് അല്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക് എന്ന് പറയുന്ന ഈ ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 18 കഴിഞ്ഞു, 30 കഴിഞ്ഞവരുണ്ടാവാം, 40-നോട് അടുത്തവരുണ്ടാവാം ല്ലേ? അപ്പൊ ഈ സമയത്ത് ഇത്രയും നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ദൈവം നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കിട്ടിയത് വെച്ച് നിങ്ങൾ തുടങ്ങുക. അല്ലെങ്കിൽ ഈ കിട്ടിയ മൊമെന്റ് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് പ്രവർത്തിച്ചു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ 40-കള് അല്ലെങ്കിൽ 30-കള് 20-കള് എന്നൊക്കെ പറയുമ്പോ ആ പ്രായത്തിലെത്തിയവരുണ്ടാവാം, എത്താത്തവരുണ്ടാവാം. നിങ്ങളൊന്ന് നിങ്ങളുടെ ആ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ടൊന്ന് പ്രവർത്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ചിലപ്പോ ഉണ്ടാവും നമുക്ക് കാര്യപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും ല്ലെ? നമ്മളുടെ വാട്ട് അതേഴ്സ് തിങ്ക് എന്ന മറ്റുള്ളവർ പുറത്ത് നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ തരുന്നവര്, നല്ല സജഷൻസ് തരുന്നവരൊക്കെ ഉണ്ടാവും. ഇതില് നമുക്ക് തിരിച്ചറിയാം എന്ത്? കാര്യപ്പെട്ട ഉപദേശങ്ങളും സജഷൻസും ആണ് അവര് തരുന്നത്. അവര് ചിന്തിക്കും എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവർ എന്നെക്കൊണ്ട് ചിന്തിക്കും എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നല്ലതാണോ തെറ്റാണോ നമുക്കറിയാൻ കഴിയും. ല്ലേ? അപ്പൊ തെറ്റാണെങ്കിൽ നമുക്കത് തിരുത്താനും തെറ്റല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴികളിലേക്ക് സക്സസിലൂടെ നിങ്ങളുടെ പാതയില് സഞ്ചരിക്കാനും കഴിയുന്നുള്ളതാ. ഇനി അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു ഒരു മിത്രത്തെ ശത്രുവിന്റെ സ്ഥാനത്താക്കാനും നമ്മളുടെ ഈ ചിന്ത കൊണ്ട് നമുക്ക് കഴിയുന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങളൊന്ന് തെരഞ്ഞെടുക്കുക. അപ്പൊ കാണുന്നവർ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു എല്ലായിടത്തും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞത് കമന്റിൽ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഓക്കെ എന്ന് പറയോ? അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുവോ? ഓക്കെ ആണ്. ഓക്കെ. ഇനി ഈ മറ്റുള്ളവരുടെ ചിന്ത എന്നുള്ളത് നമ്മളെ ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്റ്റ് ആവും. ഇത് രണ്ടും കൂടെ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ സംഭവം ബ്രേക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. സെയിം ടൈം നമുക്കത് ബ്രേക്ക് ചെയ്യാനും കഴിയും. അപ്പൊ മറ്റുള്ളവരെ ചിന്തേനെ നിങ്ങൾ നിങ്ങളുടെ ചിന്തയിലോട്ട് എന്ത് വരണ്ട തൽക്കാലം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ടാസ്ക് തന്നു നിങ്ങൾ നോട്ട് വെച്ചിട്ട് എഴുതി നോക്കുക. നിങ്ങൾക്ക് എവിടൊക്കെയാണ് അങ്ങനെ ഒരു കമ്പാരിസൺ വരുന്നെന്നുള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണികളും പറഞ്ഞു തരാം. ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് 1 അവർ വെച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ റിസൾട്ട് ഉണ്ടാവുമ്പോ തന്നെ ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. കാരണം കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരാളെ താരതമ്യം ചെയ്യാണ് നമ്മൾ. അപ്പോ അതിനെ അതേ അസുഖത്തെ ബാധിക്കുന്നതിന്റെ ചെറിയൊരു വേർഷനാണ് നമ്മള് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളതും. ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഈ ഒരു അസുഖത്തിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ്. ഇനി പറയുന്നത് ഞാൻ പറഞ്ഞു ദൈവം പോലും നമുക്ക് പുറത്ത് തരുന്ന പല പാപങ്ങളും ഉണ്ടല്ലേ? എന്തും നമുക്ക് നമ്മളുടെ ദൈവം പുറത്തു തരും. ചോദിക്കാൻ റെഡിയാണെങ്കിൽ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഹസ്ബൻഡുമാരൊക്കെ മരിച്ചിട്ടുള്ള വൈഫുമാർക്ക് മക്കളെ നോക്കണം ല്ലെ? അതുവരെ താങ്ങും തണലും ഒക്കെ ഭയങ്കര കംഫർട്ട് ആയിട്ട് ഒതുങ്ങിയിരുന്ന വീട്ടിൽ ഇരുന്നിരുന്ന സ്ത്രീകള് ഒരു പോയിന്റ് എത്തുമ്പോ ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അവരെ ഹസ്ബൻഡ് ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പുറത്ത് പറയുന്ന ആൾക്കാര് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ എന്ത് പറയുന്നു അവരെന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിരിക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവൂല. പകരം അവർക്ക് പോരാടാനുള്ള ധൈര്യം വരും.
കാരണം അവർക്ക് മക്കളുണ്ട്. മക്കളെ പഠിപ്പിക്കണം, മക്കളെ കല്യാണം കഴിപ്പിക്കണം. ഇങ്ങനെ ഓരോ സക്സസിൽ അവരെത്തുന്ന സമയത്ത് പുറത്തുള്ളവര് ചിന്തിക്കുന്നുണ്ട്, ഇവള് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ല്ലേ? കുറെ മുന്നേ ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പൊ എവിടുന്ന് അത്രയൊക്കെ ധൈര്യം? അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതാണ് ഞമ്മക്കും വേണ്ടത്. ഈ പുറമേ എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റം തോന്നണം. എനിക്ക് സക്സസ് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളത് നിർത്തി വെച്ചിട്ട് ഇത് നിങ്ങൾ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഈ കമ്പാരിസൺ ചെയ്യുന്നതും വാട്ട് അതേഴ്സ് തിങ്ക് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, സക്സസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ മക്കളതിലായാലും നമുക്ക് സക്സസ് ഉണ്ടാവുക. അപ്പൊ ദൈവം തമ്പുരാൻ പോലും നമുക്ക് സഹായിക്കുന്നത് അകത്ത് നിന്നാണ്. അല്ലെ? ചിന്തിക്കുന്നതിന് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾക്ക് ഖുർആനിലൊക്കെ പറയുന്ന പോലെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ദൈവം പോലും നമ്മളുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് മാറ്റം സൃഷ്ടിക്കുന്നത് എങ്കിൽ, നമ്മക്കും മാറ്റം സൃഷ്ടിക്കണമെങ്കിൽ നമ്മളുടെ ഇത്തരം കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ദൈവം പോലും നമ്മുടെ ഹൃദയത്തിലോട്ട് ഒന്ന് നോട്ടം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഏത് മതസ്ഥരായിക്കോട്ടെ, മുസ്ലിം ആണെന്നോ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ ഒന്നുമില്ല, എല്ലാ മതത്തിലും അതുപോലെ തന്നെയാണ്. അപ്പൊ ചില ആളുകൾക്ക് പരിമിതികളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ വന്നാലേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, സക്സസ് കണ്ടെത്താൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കംഫർട്ട് ആയിട്ട് വീട്ടിൽ ഇരുന്നിരുന്ന ഒരു ഭാര്യ, അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ട് വീട്ടിൽ ഇരുന്നത് ഒരു ഭാര്യയും മക്കളും, പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചൊരു പോയിന്റ് എത്തുമ്പോൾ അവര് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ത്, ഹസ്ബൻഡിന്റെ മരണം എന്നുള്ളത്. അപ്പൊ ചില ആളുകൾക്ക് പരിമിതികളിൽ നിന്നും ചില പരീക്ഷണങ്ങൾ വന്നാൽ അവരെന്ത് ചെയ്യുള്ളൂ, പുറത്തോട്ട് ഇറങ്ങുകയും ഇത്തരം ദൈവത്തോട് അടുക്കുകയും ഇത്തരം സക്സസ് ഉണ്ടാക്കാനൊക്കെ അവർ ആലോചിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളെ ദൈവം നിങ്ങളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാനിവിടെ റിലീജിയൻ ബേസ് ചെയ്തിട്ട് എന്ത് സ്ത്രീകൾ പുറത്തിറങ്ങണം എന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ദൈവം നിങ്ങളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചിന്തിക്കുന്ന ചിന്തകൾക്ക് നിങ്ങൾ പ്രയോറിറ്റി നൽകില്ലായിരുന്നു. മറ്റുള്ളവരെ തെറ്റ് സ്ഥാനത്ത് നിന്ന് ചിന്തിപ്പിച്ചിട്ട് നിങ്ങൾ അവരെ ശത്രുക്കളാക്കൂലായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ ചിന്ത കൊണ്ടുപോലും നമ്മളൊരു മനുഷ്യനെ ശത്രുവാക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇതേ സാധനമാണ് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ നമ്മളെ ലോകത്തില്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഭൂമിയിലുള്ള ഏറ്റവും വലിയ സത്യമാണ് എന്ത്, രണ്ടാളുകൾ കറക്റ്റ് ആയിട്ട് ചിന്തിച്ചാല്, രണ്ട് ചർച്ചകൾ അല്ലെങ്കിൽ രണ്ടാളുകൾ കറക്റ്റ് ആയിട്ട് ചിന്തിച്ചാല് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അതെന്താവും, രണ്ടാളുകൾ നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, രണ്ടാളുകളുടെ കറക്റ്റ് ആയിട്ടുള്ള ചർച്ചകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നുള്ളതാണ്. ഇപ്പോ നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാൻ ഇതിലെല്ലാം ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ആളാണ്, അങ്ങനെയല്ല. നമ്മൾ മനുഷ്യന്മാർക്ക് തെറ്റുകളും ചിന്തകളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിന് ഫോർഗീവ് ചെയ്തു കൊടുക്കാനും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനൊക്കെ ഉള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനും ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനും നമുക്ക് കഴിയുന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ച സത്യത്തിൽ ഉള്ളതാണ് കറക്റ്റ് ആയിട്ട് രണ്ടാളുകൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഈ വേണ്ടാത്ത രീതിയിലുള്ള വാട്ട് അതേഴ്സ് തിങ്ക്, കമ്പാരിസന്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം പറയുന്ന ഒരു സംഭവമാണ് ഞാനും സമൂഹവും കോർത്തിണക്കിയിട്ടുള്ള ഒരു ചിന്ത. ഞാനും എന്റെ സമൂഹവും കോർത്തിണക്കിയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവും. ഇനി ഞാനും എന്നെയും സമൂഹത്തെയും കോർത്തിണക്കിയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവും. ഇനി ഈ ചിന്ത കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ലാത്ത ചിന്തകളാണ്. ഞാനും എന്റെ സമൂഹവും കോർത്തിണക്കിയിട്ടുള്ള ഒരു ചിന്തയാണെന്ന്, അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അത് നമ്മൾക്ക് എന്ത് കിട്ടുന്നോ അത് നമ്മൾ സൊസൈറ്റീനെ കൊണ്ടും കൂടെ ചിന്തിപ്പിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കുക എന്നല്ലാതെ അതിൽ നിന്ന് നമുക്കൊരു വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത്, ഞാനും എന്റെ സമൂഹത്തെയും സംവിധാനിച്ചവനെ സൃഷ്ടിക്കുക, അല്ലെ, സംവിധാനിച്ച അല്ലെങ്കിൽ നമ്മള് സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായാല്. ആദ്യത്തെ ചിന്ത പറഞ്ഞത് ഞാനും സമൂഹവും കോർത്തിണക്കിയിട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്. അവിടെ നമ്മളെ സൃഷ്ടാവിന് അല്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടാക്കിയവന് അല്ലെങ്കിൽ ഈ ഭൂമി സംവിധാനിച്ചവനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത നമ്മൾക്ക് ഇല്ലായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ചിന്ത നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനും എന്നെ അല്ലെങ്കിൽ എന്റെ സമൂഹത്തെയും സംവിധാനിച്ചിട്ടുള്ള ഒരു ചിന്തകന്, അല്ലെ, നമ്മളെ ഈ ഭൂമിനെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താവ് എന്നൊക്കെ പറയുന്ന ഒരു ദൈവം എന്നൊരാൾ നമ്മൾക്ക് മുകളിലുണ്ട്. അപ്പൊ ഞാനും എന്റെ സമൂഹത്തെയും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ട്, അല്ലെ, ആ ആളെ പറ്റിയിട്ടാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്.
അതാ ഞാൻ പറഞ്ഞത്, രണ്ടാളുകൾ തമ്മിൽ കറക്റ്റ് ആയിട്ടുള്ള ചർച്ചകൾ വന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറും? നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് ഞാനും എന്റെ സമൂഹത്തെയും സൃഷ്ടിച്ചവനും തമ്മിലുള്ള ഒരു ചിന്ത. അല്ലെ? അതിനെ നമ്മൾ പറ്റിച്ചൊന്ന് ചിന്തിക്കുക. രണ്ടാമത്തേത് ഞാനും എന്റെ സമൂഹവും അല്ലെങ്കിൽ എന്നെ സംവിധാനിച്ചവനും എന്നെ പറ്റി ചിന്തിക്കുന്നു എന്നോ ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ആദ്യം പറഞ്ഞത് എന്റെ സമൂഹവും എന്റെ ചിന്തയും ഞാനും എന്റെ സമൂഹവും എന്ന് മാത്രമുള്ള ഒരു ചിന്തയായിരുന്നു. അവിടെ നമ്മളെ സൃഷ്ടാവില്ല, ദൈവമില്ല, ഒന്നുമില്ല. അപ്പൊ അവിടെ നമുക്ക് എന്താവും? നമ്മളെ ഹൃദയത്തെ ബാധിക്കുന്ന പല അസുഖങ്ങളും നമ്മളെ പിന്തുടരുന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് നമ്മൾക്കൊരു ചിന്ത വേണം. എനിക്കൊരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഗാർഡിയൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു രക്ഷിതാവുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം സംവിധാനിച്ച ഒരാള് എനിക്കുണ്ട്, അല്ലെ? ഈ മനുഷ്യരെയും ഈ സമൂഹത്തെയൊക്കെ സംവിധാനിച്ച ഒരാളുണ്ട് എന്നുള്ളത്. അത് ഒന്നാമത്തെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ളവൻ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഞാനും എന്റെ സമൂഹത്തെയും സംവിധാനിച്ചവന് എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോ നിങ്ങൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ സൃഷ്ടാവ് എന്ത് ചിന്തിക്കുന്നു? നിങ്ങളൊരു മോശ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവും നമ്മളെ സൊസൈറ്റിയിലൊക്കെ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവാം, എന്ത് തന്നെ പറഞ്ഞാലും അത് ഗുണവുമാവാം ദോഷവുമാവാം, എന്ത് പറഞ്ഞാലും അതിനെ പ്രതികരിക്കാത്തവരുണ്ടാവാം, അല്ലെ? അപ്പൊ അവരുടെ ഉള്ളിലൊന്നും ചിലപ്പോ ഒന്നും ഉണ്ടാവൂല. പക്ഷെ നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് ഏത് രീതിയിലാവും? ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇയാൾക്ക് ഇഷ്ടപ്പെടായിട്ടാണോ? അല്ലെങ്കിൽ അയാൾ എന്നെ പറ്റി ചിന്തിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിലാണോ എന്നുള്ളതൊക്കെ ഉണ്ടാവാം. സത്യത്തിൽ ഇയാൾ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ഈ ഇയാളെ പോലും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ പോലും നമ്മള് മറ്റുള്ളവരുടെ ചിന്ത, അല്ലെങ്കിൽ നമ്മളുടെ ചിന്ത കൊണ്ട് ആളെ പ്രതിസ്ഥാനത്താക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ അതിന് ഉത്തരം നൽകേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്നെ സംവിധാനിച്ചവനും എന്റെ സമൂഹത്തെ സംവിധാനിച്ചവനും ഉണ്ട്. രണ്ടാമത് എന്നെ സംവിധാനിച്ചവനും അതുപോലെ എന്റെ സമൂഹത്തെ സംവിധാനിച്ചവനും എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും വിജയം കൈവരിക്കാനും, അതുപോലെ ഇതേപോലത്തെ രോഗങ്ങൾ, രോഗം എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഉള്ളതല്ല, നമ്മളെ ഹൃദയത്തെ, നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ദൈവം എത്ര കാലം നമ്മളെ വിലയിരുത്തിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നിങ്ങള് ഈ ഇത്തരം വിലയിരുത്തുകൾ, അല്ലെങ്കിൽ ഇത്തരം മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തത് നമ്മളെ വിശ്വാസത്തിന്റെ കുറവാണ്, അല്ലെ? നമ്മളുടെ ആത്മവിശ്വാസത്തിന്റെ കുറവാണ്. അപ്പൊ വിശ്വാസത്തിന്റെ കുറവാണ് ഈ വാട്ട് അതേഴ്സ് തിങ്ക്, അതുപോലെ കമ്പാരിസൺ എന്നുള്ള അസുഖമൊക്കെ നമ്മളെ ബാധിക്കാൻ കാരണം എന്നുള്ളതാണ്. ഇനി ഒരു പിശാച് പോലും, അല്ലെ? പൈശാചികമായിട്ടുള്ള ചിന്ത പോലും നമ്മളുടെ മനസ്സിൽ വരുന്നത്, നമ്മളുടെ തോട്ടിൽ വരുന്നത് ചിന്ത കൊണ്ടാണ്, അല്ലെ? നമ്മളൊരു കാര്യം ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്, ആ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് അത് തോന്നുന്നുണ്ടാവും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. മേ ബി നമുക്ക് കിട്ടിയിട്ടുള്ള ജനറേഷനായിട്ട് കിട്ടിയിട്ടുള്ള പാറ്റേണുകൾ കൊണ്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ അവിടെ അവകാശം ഉണ്ടെങ്കിലും, ചിന്തിക്കാൻ സമയം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കാൻ കഴിയൂല. മോശമായിട്ട് ചിന്തിക്കാനും മോശമായിട്ട് ചില ആക്ഷൻസ് ചെയ്യാനും നമുക്ക് തോന്നിപ്പോകും, അല്ലെ? അപ്പൊ അവിടെ പോലും നമുക്ക് പിശാച്, അല്ലെങ്കിൽ പൈശാചികമായിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചിന്തകൾ വരുന്നുണ്ട്. അപ്പൊ പിശാച് നമ്മളെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ചിന്തയിലൂടെയാണ്. പൈശാചിന്റെ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഈ പിശാചിന്റെ ഇടപെടലുകൾ ഒരു പരിമിതിക്ക് അപ്പുറം കടന്നാലാണ് ഞാൻ എന്ന ചിന്ത, അല്ലെങ്കിൽ ദൈവം എന്ന ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ആലോചിച്ച് നോക്കുക, നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുമ്പോ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫോർഗീവ് ചെയ്യാനും അതിന് ദൈവം പുറത്തു തരാനൊക്കെ റെഡിയാണ്. അതൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. പക്ഷെ ഇതേ സമയത്ത് നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തെടുത്ത് നിന്നും നമുക്ക് ഉയർന്നെഴുന്നേൽക്കാൻ തോന്നുന്നില്ല, അതല്ലെങ്കിൽ അതിന് നമുക്ക് ഫോർഗീവ്നെസ്സും ചെയ്യാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 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 ഈ പൈശാചിന്റെ ചിന്തകൾക്ക്, പരിമിതികൾക്ക് അപ്പുറം നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മളെന്ന ആ ചിന്തയിൽ, അല്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തിയിൽ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു ആളിലൊരു വിശ്വാസം, അല്ലെങ്കിൽ എനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള വിശ്വാസം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോണത്. അപ്പൊ ചിന്തിച്ചു നോക്കുക, പിശാച് പോലും മനുഷ്യന്മാര് പോലും എന്ത് നമ്മൾ ചെയ്താലും നമ്മളുടെ ഭൂമിയിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് 2 വട്ടം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെ? ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കണം എന്ന് തോന്നുകയാണ്, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നല്ല കേട്ടോ പറഞ്ഞേ, ലഹരി ഉപയോഗിക്കണം എന്ന് തോന്നുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് 2 തവണ അത് തോന്നിയിട്ടുണ്ടാവും.
അല്ലെങ്കിൽ 2 തവണ ആ സംഭവം നടന്നിട്ടുണ്ടാവും. ഒന്ന് എനിക്ക് ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോ ഉള്ള ചിന്ത. രണ്ടാമത് ഞാനത് ഉപയോഗിച്ചു. അപ്പൊ ഏതൊരു പ്രവൃത്തിയും സംഭവിക്കുമ്പോ 2 തവണയാണ് സംഭവിക്കുക. ഒന്ന് നമ്മളുടെ ഉള്ളിലും, ഒന്ന് പുറമെ നമുക്ക് കാണുന്ന രീതിയിലും നമ്മള് ചെയ്യുന്നുണ്ട് എന്നുള്ളതാ. അപ്പൊ അപ്പൊ നമ്മള് മതത്തിലോട്ടൊക്കെ അതിനെ കൊണ്ടുവരണെങ്കിൽ പിശാചിന്റെ ശല്യാണ്, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് നിസ്കരിക്കാൻ തോന്നുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തകൾ വരും. ല്ലേ? അത് ചിലപ്പോ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ചില ബിലീഫ് സിസ്റ്റം ബ്ലോക്ക് ചെയ്യാത്തതിന്റെ പ്രശ്നങ്ങളാവാം. അതല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റിലീജിയൻ അതുപോലെ സ്പിരിച്വൽ ഈഗോ ഇതിലൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നാത്തത്. നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കറക്റ്റ് വേലല്ല കിട്ടിയത് എങ്കിൽ നമുക്ക് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ തോന്നൂല. കാരണം നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ശീലിച്ചത് ഉമ്മക്കോ ഉപ്പക്കോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആരെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തത് എന്നെ അടിക്കുമോ അല്ലെങ്കിൽ ശിക്ഷിക്കുമോ എന്നുള്ള രീതിയിലാവും. അപ്പോ ഈ ഒരു പോയിന്റ് നമ്മൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആരാധന കർമ്മങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. സൃഷ്ടാവ് എന്ന് പറയുന്നത് സ്നേഹവും വെളിച്ചവും കാരുണ്യവാനും എല്ലാതുമാണ് നമുക്കറിയാം. അപ്പോ എന്തൊരു കാര്യവും സ്നേഹത്തിൽ ചെയ്തു തുടങ്ങുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ദൈവത്തിനോട് അടുക്കാനും കഴിയുള്ളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കമ്പാരിസന് കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ എടുത്തതാണ്. കമ്പാരിസൺ ബ്ലോക്ക് ചെയ്യുക, അതിനുള്ള ഒരു ടാസ്ക് തന്നു. ഇന്ന് നമ്മൾ പറഞ്ഞത് വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളതാണ്. അതിനും ഞാൻ ഇന്ന് ലിസ്റ്റ് ചെയ്യാനോട് സമ്മതം, അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇനി ഇന്ന് എടുത്തത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങളുടെ പാരന്റിങ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സെൽഫിലെ ഈ അവയർനെസ് കൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാം. എനിവൺ? ഞാൻ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ എന്തേലും പറയുന്നുണ്ടോ? പറയൂ. ഇതേപോലെ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മള് കുട്ടികളോട് ഇപ്പം ഒരു കാര്യം കമ്പയർ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ അവരൊന്ന് മോട്ടിവേറ്റഡ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. അങ്ങനെ വരുമ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പിള്ളേർ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് തീരുമാനം എടുക്കാറായി കഴിയുമ്പം അവര് ഇതുവരെ നമ്മൾ വിട്ട ഒരു സർക്കിളിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നു. ഇനിയിപ്പം എനിക്ക് തോന്നുമ്പം പഠിച്ചാൽ മതി, തോന്നുമ്പം നിസ്കരിച്ചാൽ മതി, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തും ചെയ്യാം. അപ്പൊ അങ്ങനെ അങ്ങ് കയ്യിന്ന് പോവാതെ നമുക്ക് അവരെ എങ്ങനെ ഒന്ന് ഫ്രീ ആക്കി വിടാൻ പറ്റും? ചെറുതിലേ നമ്മള് പഠിക്കാനും എല്ലാം നമ്മൾ അവരെ കൂടെ നിൽക്കണമല്ലോ. ഒരു പരുവം കഴിഞ്ഞ് കൂടെ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പൊ ആരുമായിട്ടും കമ്പയർ ചെയ്യുന്ന കാര്യങ്ങള് കമ്പയർ ചെയ്യുമ്പോഴാണ് പിള്ളേർക്കൊരു ശ്വാസം മുട്ട് ഫീൽ ചെയ്തിട്ട് അവർക്കതൊരു ദേഷ്യമില്ലേ. അപ്പൊ ആ ശ്വാസം മുട്ട് ഫീൽ ചെയ്യാതെ എന്നാ ഇത് എന്റെ ആവശ്യം തന്നെയാണെന്ന ബോധത്തിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും കുട്ടികളെ? അതായത് ഇവിടെ ചെയ്യേണ്ട കാര്യം, ഒരു കുട്ടീനെ നമ്മള് 13 വയസ്സ് വരെയൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വളർത്തേണ്ട ഒരു സമയമുള്ളൂ. കയ്യിൽ പിടിക്കാന്ന് പറയുമ്പോ ഫുൾ ടൈം കയ്യിൽ പിടിക്കാന്നല്ല പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ കുട്ടികള് അല്ലെങ്കിൽ എന്റെ കുട്ടി അല്ലെങ്കിൽ എന്റെ കുട്ടീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നത് ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഇപ്പൊ എനിക്കൊരു നേച്ചർ ഉണ്ട് അല്ലെ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എന്റെ പ്രൊഫഷൻ ഇതാണ് എന്നുണ്ടെങ്കിൽ എന്നോട് ഒരാൾ പറയാണ് നീ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അത് സാധിക്കാത്ത കാര്യമാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോ മേ ബി അപ്പുറത്തുള്ള കുട്ടി എന്തെങ്കിലും എഞ്ചിനീയറിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർഡ് ഏതെങ്കിലും നല്ല സയൻസ് സബ്ജക്ട് നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ്, അവർ സക്സസ് ഉണ്ടാക്കുന്ന ആ രീതിയിൽ സക്സസ് ഉണ്ടാക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മക്കളുടെ നേച്ചർ അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ നേച്ചർ അറിയാം. അവർക്ക് എന്തിലാണ് ഇഷ്ടം, അവരെന്തിലാ താല്പര്യം കാണിക്കുന്നത്, അവർക്ക് എന്ത് കൊടുത്താലാണ്. അപ്പൊ ഒരു കുട്ടി ഇപ്പോ ആർട്ട് പരമായിട്ടുള്ള കാര്യത്തിലാണ് അവര് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുക, അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിൽ ഫോക്കസ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിക്ക് ഒത്തിട്ടുള്ള അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള ഒരു രീതിയിലല്ല നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് എന്താ ചെയ്യില്ല, ഇഷ്ടപ്പെടൂല. അപ്പോഴാണ് അവരൊരു പോയിന്റ് എത്തുമ്പോൾ മാറിക്കളയുക.
ഇനി അതല്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ്. ഏത് പേഴ്സണാലിറ്റി ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് സ്പിരിച്വാലിറ്റി അല്ലെ. സ്പിരിച്വലി നമുക്ക് വേണ്ട ആരാധനാ കർമ്മങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. അപ്പൊ ഈ ആരാധന കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, കുഞ്ഞുനാളിൽ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പാരന്റ് എന്ന വേർഷൻ എടുക്കുമ്പോ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാരന്റ് ല്ലേ? നിങ്ങളിപ്പോ ഒരു കുട്ടീനെ വളർത്തുമ്പോ നിങ്ങൾ ആ കുട്ടിയുടെ പാരന്റ് ആണ്. പക്ഷെ ആ പാരന്റിന്റെ സെയിം ഉള്ളില് നിങ്ങൾ വളർന്നിരുന്ന ഒരു കുട്ടിയുണ്ട്. നിങ്ങളെ ചിരിച്ച് കളിച്ച് നടന്നിരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് എന്താണോ അനുഭവിച്ചിട്ടുള്ളതും ആ കുട്ടിക്ക് എന്താണോ അന്ന് സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള കാര്യങ്ങള്, അത് മേ ബി ഞാൻ പറഞ്ഞു നമ്മളുടെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരെയൊക്കെ പേടിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഓതിയിരുന്നൊക്കെ കാലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അത്രയും കാര്യങ്ങൾ വേദനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് ഇപ്പോഴും. ആ കുട്ടിക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എത്ര തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കിയാലും അതിനെ ഹീൽ ചെയ്യാതെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ നിന്നാല് അതേ സംഭവം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ടോണില് നിങ്ങളെ പാരന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതേ വേ വന്നിട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ മക്കൾക്ക് ആ കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനെ നമുക്ക് പാരന്റിങ് പെയ്ഡ് സെഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഹീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതെങ്ങനെയും ചോദിച്ചാൽ അതിന്റെ ടാസ്കും കാര്യങ്ങളൊക്കെ വീക്കിലി ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ചെയ്തിട്ട് മാറുമ്പോൾ നിങ്ങൾ നിങ്ങളെ മക്കളിലേക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മള് ദൈവത്തെ അല്ലെങ്കിൽ നമ്മൾ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ സൃഷ്ടാവിനോടുള്ള ഒരു കണക്ഷന് അല്ലെങ്കിൽ അത് വിശ്വാസം കൂട്ടാൻ, ആത്മവിശ്വാസം കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ രക്ഷിതാവ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ദൈവത്തിന്റെ പ്രതിനിധികളാണ്. പക്ഷെ ഒരു രക്ഷിതാവാകുമ്പോ ഒരു ദൈവത്തിന്റെ ആ ഒരു പ്രതിനിധിത്വം ആണ് അവിടെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മള് ഒരു രക്ഷിതാവ് എന്ന ഒരു കുട്ടീനെ നമ്മൾ നോക്കുമ്പോ ആ കുട്ടിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ദൈവം എന്ന സ്നേഹം എന്താണ് എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഉള്ളില് എത്രത്തോളം ദൈവികത ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത് അവർക്ക് അതേപോലെ കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത്തത് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തന്നെ ഇത് പേടിയായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങനെ നരകത്ത് കൊണ്ടുപോകും അങ്ങനെയൊന്നും അല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ചില പാറ്റേണുകൾ നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്വർഗത്തേക്കാൾ വിവരിച്ചിട്ടാണ് നരകത്തെ വിവരിച്ചു കൊടുക്കുക. നമ്മുടെ ഖുറാനിൽ പോലും നമുക്ക് നരകത്തെയും സ്വർഗത്തെയും ഒരുപോലെയാണ് വിവരിച്ചു തന്നിട്ടുള്ളത്. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ എന്റെ ദൈവം എനിക്ക് ഇത്ര കൂലി തരും അല്ലെങ്കിൽ എന്റെ ദൈവം ഇത്രത്തോളം പ്രതിഫലം തരും എന്ന് നമുക്ക് പറഞ്ഞു കൊടുത്തൂടാ ല്ലേ? നമുക്ക് നരകം പറഞ്ഞു കൊടുക്കാം. ബട്ട് അതേ സമയം തന്നെ നിങ്ങൾ ആ കുഞ്ഞുനാളിൽ അവർക്ക് സ്വർഗം പഠിപ്പിച്ചു കൊടുക്കുക. ദൈവം എന്നുള്ള സ്നേഹമാണ്, കാരുണ്യമാണ്, എന്തിനും ക്ഷമിക്കാൻ കഴിവുള്ളവനാണ്. ആ ഒരു സംഭവം നിങ്ങളെ മക്കൾക്ക് ആ ചെറുതിലെ കുഞ്ഞുനാളിതിലെ ദൈവം എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നണം ഇത് സ്നേഹമാണ്. ഏകാന്തതയിൽ ഇരുന്നാൽ പോലും സ്നേഹമാണ് അവിടുന്ന് കിട്ടുന്നത് എന്നുള്ളത് അവർക്ക് തോന്നണം. ആ രീതിയിൽ നിങ്ങൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളോട് നമ്മളെ മതത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ഏത് വയസ്സ് കഴിഞ്ഞാലാണ് നമ്മൾ അടിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്, ഏത് വയസ്സ് കഴിഞ്ഞാലാണ് നിസ്കരിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും ഓരോ നേച്ചറാണ്, ഓരോ പേഴ്സണാലിറ്റി ആണ്. അതിനനുസരിച്ചുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതേ സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു 10ാം ക്ലാസ് വരെ ആ ഒരു കുട്ടി എല്ലാ സബ്ജക്റ്റുകളും പഠിക്കണമല്ലോ എന്നുള്ളത്. പഠിക്കണം. പക്ഷെ ആ കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും അതിൽ അവനക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവന്റെ കരിയർ എന്ത് ബിൽഡ് ചെയ്യണമെന്നാണ് അവൻ ആലോചിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ആ കുട്ടിയുടെ ഒപ്പം ചേർന്നിരുന്ന് സംസാരിച്ച് ഒരു ഫ്രണ്ടായിട്ട്, ഒരു മെന്ററായിട്ട്, ഒരു ഗൈഡായിട്ട് നിങ്ങൾ അവരെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ഒരു കുട്ടിയുടെ ഒപ്പം നിങ്ങൾ വളരുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 വയസ്സായിട്ടുള്ള കുട്ടിയാണുള്ളത് എന്നെങ്കിൽ ആ 3 വയസ്സ് കുട്ടിയുടെ പ്രായത്തിലോട്ട് നിങ്ങളൊന്ന് ചെറുതാവുക. അല്ലാതെ ഞാൻ ഈ കുട്ടിയുടെ രക്ഷിതാവാണ് എന്നുള്ള രീതിയിൽ 30, 35 വയസ്സുള്ള പ്രായത്തിലുള്ള നിങ്ങളും ചെറിയ വയസ്സുള്ള 3 മക്കളുടെ പ്രായത്തിലോട്ട് അവരോടൊപ്പം കളിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ഹാപ്പിനെസ് അവിടെ ഫീൽ ചെയ്യൂല അല്ലെങ്കിൽ ഒരു കണക്ഷൻ അവിടെ ഫീൽ ചെയ്യൂല. നിങ്ങൾ ആ കുട്ടിയുടെ പ്രായത്തിലോട്ട് ഒന്ന് ചെറുതായിട്ട് വരിക. ഇനി 3 വയസ്സ് കഴിഞ്ഞു. ആ കുട്ടി രണ്ടാമത്തെ കുട്ടി 12 വയസ്സാണ്. ആ കുട്ടിയുടെ ഏജ് എത്രയാണ്? അതിലെ കാറ്റഗറിയിലോട്ട് വരിക. ഇനി നിങ്ങളുടെ ടീനേജ് പ്രായത്തിലുള്ള മക്കൾ 20, 25 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രായത്തിലോട്ടൊന്ന് വരിക. ല്ലേ?
നമ്മള് 13 വയസ്സ് വരെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 18 വയസ്സ് വരെ നമ്മൾക്ക് തിരുത്തേണ്ട അല്ലെങ്കിൽ തിരുത്തലുകൾ തിരുത്തി കൊടുക്കാനുള്ള പ്രായമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ കൂടെ ഒരു ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന പ്രായമാണ്. ഇത് മൂന്നും ആ കറക്റ്റ് വേല ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാറ്റം സൃഷ്ടിക്കാൻ ഉറപ്പായിട്ടും പറ്റും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് അവിടെ മാറ്റം സൃഷ്ടിക്കാൻ പറ്റൂല എന്നുണ്ട് തോന്നുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില ബ്ലോക്കുകളുടെ കാര്യങ്ങളാണ്. ആ ബ്ലോക്ക് നീക്കിയാലേ നിങ്ങൾക്ക് അവിടെ എന്താ ഉള്ളൂ, നിങ്ങളുടെ പാരന്റിങ് ആയ നിങ്ങളെ മക്കളിലേക്ക് അത് സ്മൂത്ത് ആയിട്ട് നോക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? എനിവൺ? പറഞ്ഞത് ക്ലിയർ ആണല്ലോ ആമിന മാം? ഓക്കെ, താങ്ക് യു, മനസ്സിലായി. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എനിവൺ? ഓക്കെ, അപ്പൊ ഒന്നുമില്ല എന്നാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് സൺഡേ കാണാം. നെക്സ്റ്റ് സൺഡേ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ടാസ്ക് ചെയ്യുക. അതുപോലെ ടാസ്ക് ഇന്ന് മുതൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾ ഗ്രൂപ്പിൽ ഒരു വോയിസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോഴാണ് അതിലിരിക്കുന്ന ബാക്കിയുള്ള മെമ്പേഴ്സിലും ഇതിൽ ജോയിൻ ചെയ്യാനൊക്കെ ഒന്ന് തോന്നുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാസ്ക് നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു. 1 അവർ സെറ്റ് ചെയ്യുക. ആ 1 അവറിന്റെ ഉള്ളിൽ എനിക്ക് എന്തെല്ലാം ചിന്തകൾ ആരൊക്കെ കമ്പയർ ചെയ്യുന്നു, വാട്ട് അതേഴ്സ് തിങ്ക് എത്ര വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എനിവേ ബൈ, താങ്ക് യു. താങ്ക് യു മാം.